ഹായ് എവരിവൺ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇത് നമ്മുടെ ഈദിൻ്റെ തലേ ദിവസമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ മെഹന്തിയൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ആദ്യം ഖദീജമ്മക്കാണ് കേട്ടോ മെഹന്തി ഇടുന്നത്. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ സ്റ്റെൻസിൽസ് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ അവളെ കൈ കുഞ്ഞ് കൈ ആയതുകൊണ്ട് നമ്മളത് കട്ട് ചെയ്തിട്ടാണ് ഒട്ടിക്കുന്നത്. എന്നാലുള്ള അവളെ കയ്യിന് പാകമായിട്ട് കിട്ടുക. അങ്ങനെ നമ്മൾ കയ്യിൽ മെഹന്തിയൊക്കെ ഇട്ടു. മറ്റേ കയ്യിൽ വെറുതെ ഞാനൊരു ഡിസൈൻ വരച്ച് കൊടുത്തൊക്കെയാണ്. പിന്നെ ഇതാണ് ഞാനിടാൻ പോകുന്ന ഡിസൈൻ കേട്ടോ. ഇതിലെല്ലാം ഒന്നുമില്ല, ചെറിയൊരു ഭാഗം. പിന്നെ ബീഫൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ വേവിച്ച് വെക്കും ഒക്കെ ചെയ്യായിരുന്നു. അതേപോലെ ഡെസേർട്ടും എല്ലാം തലേന്ന് തന്നെ ഉണ്ടാക്കി വെച്ചു. പിന്നെ ഉള്ളിയൊക്കെ അരിഞ്ഞു വെച്ചിട്ടോ രാത്രി തന്നെ. നമ്മുടെ നൂഹ് മോന് നോമ്പ് നോറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ക്ഷീണത്തിലാണ് അവിടെ ഇരിക്കുന്നത്. കുറച്ച് നേരമൊക്കെ ഉറങ്ങി. പിന്നെ ഇങ്ങനെ ക്ഷീണിച്ചു അങ്ങനെ പറഞ്ഞിരിക്കുകയായിരുന്നപ്പോഴാണ് ബാങ്കൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ. ക്ഷീണിച്ചിരിക്കണ നൂഹിനെ പോയിട്ട് ലൂത്ത് അവിടെ വികൃതി കാണിക്കുന്നുണ്ട്. പിന്നെ ഓരോന്നും ഇങ്ങനെ ഒരുക്കി വെക്കുകയായിരുന്നു കേട്ടോ. നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് എല്ലാം നമ്മൾ ടേബിളിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാങ്ക് കൊടുത്തപ്പോൾ തന്നെ നൂഹ് നോമ്പൊക്കെ തുറന്നു. നൂഹ് മാത്രമല്ല എല്ലാവരും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കേക്ക് പ്രിപ്പയർ ചെയ്യണം കേട്ടോ. പെരുന്നാൾക്ക് കേക്കും അതുപോലെ ഫ്രൂട്ട് സാലഡുമാണ് കേട്ടോ സ്പെഷ്യലായിട്ടുള്ളത്. അപ്പോൾ അവർ കേക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഞാൻ പോയി എൻ്റെ മൈലാഞ്ചി ഇടാണ്. ഇതാണ് ഞാൻ എൻ്റെ കയ്യിൽ ഇടുന്ന മൈലാഞ്ചി. ലെഫ്റ്റ് ഹാൻഡിൽ എനിക്ക് ഇടാൻ കഴിയില്ല, അപ്പോൾ ഞാനിടായിരുന്നു. അപ്പോൾ വന്നിട്ട് ലൂത്ത് അത് തട്ടി ഇനി അടുത്ത് തട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇതാണ് കേട്ടോ ഞാൻ ഇട്ടതിൻ്റെ ഫൈനൽ ലുക്ക്. പിന്നെ റൈറ്റ് ഹാൻഡിൽ സ്റ്റെൻസിൽ ഒട്ടിച്ചിട്ട് ഇട്ടൊക്കെയാണ്. അത് ഞാൻ ഖദീജാനെ പോയി കാണിച്ചു കൊടുത്തപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞു കേട്ടോ. ഇത് ഈദ് ഡേ ആണ് കേട്ടോ. രാവിലെ എല്ലാവരും കുളിച്ച് റെഡിയായി ഇനി പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. ഇതാണ് ലൂത്തിൻ്റെയും നൂഹിൻ്റെയും ഡ്രസ്സ് കേട്ടോ. അപ്പോൾ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ ലൂത്ത്. ഇക്കുറി ഞാൻ എൻ്റെ വീട്ടിലാണ് കേട്ടോ പെരുന്നാൾ കഴിച്ചത്. കാരണം എന്താ വെച്ചാൽ എൻ്റെ ഉമ്മാക്ക് ഒരു സർജറി കഴിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ഉമ്മാക്ക്. പെരുന്നാൾക്ക് ഫോട്ടോസൊന്നും എടുക്കാൻ ടൈം കിട്ടിയില്ല കേട്ടോ. പിന്നെ പള്ളി കഴിഞ്ഞ് വന്ന ശേഷം പിന്നെ പുറത്തേക്കൊക്കെ പോയി. അതുകൊണ്ട് തന്നെ ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയില്ല. ചെറിയ വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ. പിന്നെ അവിടുത്തെ വീട്ടിൽ നിന്ന് അവരെല്ലാവരും വിളിച്ചിരുന്നു കേട്ടോ. ഇതെൻ്റെ ബ്രദറെ മോനാണ്. ഇവരും എല്ലാവരും പള്ളിയിൽ പോയി കേട്ടോ. 2 ട്രിപ്പായിട്ടാണ് ഞങ്ങൾ പള്ളിയിൽ പോയത്. ഇത് ബ്രദറെ മോളാണ്. ഇതാണ് ഖദീജ മോള്. ഇവക്കാണ് നേരത്തെ മെഹന്തിയൊക്കെ ഇട്ട് കൊടുത്തത് കേട്ടോ. ഇനി 2ാമത്തെ ട്രിപ്പ് ഇപ്പോൾ പോവുകയാണ്. നമ്മൾ ബിരിയാണിയും എല്ലാം റെഡി ആയിട്ടാണ് കേട്ടോ പള്ളിയിൽ പോകുന്നത്. ഇതാണ് നമ്മുടെ ഹവ്വ മോള്. കാക്കാൻ്റെ ചെറിയ കുട്ടിയാണ് കേട്ടോ ഹവ്വ. നമ്മൾ ബീഫ് ബിരിയാണിയാണ് ഉണ്ടാക്കിയത്. പിന്നെ അതിൻ്റെ കൂടെ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു. പള്ളി പിരിഞ്ഞ് വന്നാൽ അപ്പം ഞങ്ങൾക്ക് ഫുഡ് കിട്ടണം. അങ്ങനെ ഫുഡ് കഴിക്കുകയാണ്. പിന്നെ ഫ്രൂട്ട് സാലഡും കേക്കും ഒക്കെ കഴിച്ചു. ഇത് കേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചത് കേട്ടോ. രാത്രിയാണ് ഞങ്ങൾ കേക്ക് കഴിച്ചത്. ഇത് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഇൻഷാ അല്ലാ. ബൈ.